Hello guys, welcome back to our YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പ്രദക്ഷിണമാണ്. തിരുനാൾ നാളെ കഴിയും. 11 ദിവസത്തെ തിരുനാളായിരുന്നു. 30-ാം തീയതിയാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് പ്രദക്ഷിണമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനും മമ്മിയായിട്ടാണ് കേട്ടോ പള്ളിയിലോട്ട് പോയത് പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയിൽ എല്ലാ വീടുകളും പ്രദക്ഷിണത്തിന് വേണ്ടി ഒരുക്കിയിടുന്നുണ്ടായിരുന്നു. തീരം തേടിയണഞ്ഞൊരു ദീപമേ, ശക്തികുളങ്ങരയിൽ വാഴും വിശുദ്ധ ജോണ്ടി. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പള്ളിയിൽ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വരിവരിയായിട്ട് നടക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. ആ വണ്ടികളിലാണ് കേട്ടോ തിരുസ്വരൂപങ്ങൾ കൊണ്ടുപോകുന്നത്. പകർന്നൊരു ദീപനാളം ഇന്നും ഈ മണ്ണിൽ വിളങ്ങുന്നു. നീ പകർന്നൊരു ദീപനാളം. അങ്ങനെ പ്രദക്ഷിണം നടന്നു തുടങ്ങി. പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മമ്മി എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട്. പ്രദക്ഷിണം നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു ഫോണൊന്നും ആരും യൂസ് ചെയ്യരുതെന്ന്. അപ്പം തന്നെ മമ്മി തുടങ്ങിയത്. വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ സ്വഭാവം അങ്ങ് മാറി. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മരത്തടി അമ്പലത്തിൻ്റെ അടുത്ത് എല്ലാ വർഷവും അവർ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, നല്ല ഭംഗിയിലാണ് അവർ ഒരുക്കി വെച്ചിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ഞാൻ പ്രദക്ഷിണത്തിന് നടക്കാൻ തുടങ്ങിയതാണ്. ഈ തിരുനാളും പ്രദക്ഷിണവും ടൈമൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ നിറഞ്ഞൊരു സമയമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഗുഡ് മെമ്മറീസ് ഉണ്ട്. ആ തിരുനാളിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട് ഫുൾ ഒരുങ്ങുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നാട്ടിലില്ലാത്ത ടൈമിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പള്ളിയിലെ തിരുനാളും ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ വരുമ്പോൾ. എന്തോ ഭാഗ്യത്തിന് ഈ വട്ടം എനിക്ക് തിരുനാളിലും പ്രദക്ഷിണമൊക്കെ കൂടാനായിട്ട് പറ്റും. ഈ മണ്ണിൽ വിളങ്ങുന്നു ഒന്നായി ഒന്നു ചേർന്നു ഞങ്ങൾ. നല്ല ഭംഗിയിലുള്ള ഫയർ ക്രാക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പല പല കളേഴ്സിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഫയർ ക്രാക്കേഴ്സൊക്കെ കാരണം എല്ലാ വർഷവും ഓരോ തെങ്ങ് കത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടേ. നമ്മുടെ പുതിയ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള മണ്ണാണ് കേട്ടോ ആ കിടക്കുന്നത്. ആ മണ്ണിൻ്റെ മുകളിൽ കുറേ പേര് ചേർന്നിട്ട് മെഴുകുതിരികൾ കത്തിച്ച് വെച്ച് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ തിരിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് പള്ളിയിൽ തിരിച്ചെത്തി. എല്ലാവരും തിരിച്ച് പള്ളിയിലോട്ട് കയറുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത്. വാഴ്ത്തുന്നു ഒന്നായി ഒന്നു ചേർന്നു ഞങ്ങൾ ദിവ്യനാഥനെ വാഴ്ത്തുന്നു. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. ശരിക്കും ഒരു ബ്ലെസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഒരു ഡിവൈൻ ടച്ച് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പുണ്യാളനോട് പ്രാർത്ഥിച്ച് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത തിരുനാളിന് മുമ്പേ എല്ലാം നടത്തി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.